പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ആയുധമാക്കുന്നത്. എന്നാൽ ജോർജ് കുര്യൻ പറയുന്നത് സത്യമാണ്. അതായത് ദേശീയ തലത്തിലെ പിന്നോക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ കൂടുതൽ പാക്കേജുകൾ അനുവദിച്ചത്. ഒരു തരത്തിലും പിന്നോക്കമല്ലെന്നും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാ തരത്തിലും മുന്നിലാണെന്നുമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ, സാമൂഹിക, അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ കേരളം പിന്നോക്കമാണെന്ന് പറയട്ടെ. അപ്പോൾ കമ്മീഷൻ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. അത് വളച്ചൊടിക്കുകയാണ് ഒരു കൂട്ടർ. കേന്ദ്ര ബജറ്റിൽ വയനാടിന് സഹായം പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു മന്ത്രി ജോർജ് കുര്യന്റെ മറുപടി. എയിംസ് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നൽകി കഴിഞ്ഞാൽ മുൻഗണന അനുസരിച്ച് എയിംസ് അനുവദിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു. ബജറ്റ് എല്ലാ ജനങ്ങളും കൈയടിച്ച് സ്വീകരിച്ചതാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് ഇതൊരു പ്രശ്നമായി എടുത്തിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി വർഷങ്ങളായി നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. സാധാരണക്കാരടക്കം സമൂഹത്തിലെ വ്യത്യസ്ത തലത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനവും സമൃദ്ധിയും ഉറപ്പാക്കുന്ന സമീപനമാണ് ബജറ്റിൽ ഉള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വികസനത്തിനായി കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്ന് നികുതി ഇളവുകളായും ശമ്പളക്കാർക്ക് കൂടുതൽ തുക ചെലവിടുന്നതിനുമായി പര്യാപ്തമായ വരുമാനമായി ബജറ്റിൽ പ്രതിഫലിക്കുന്നു. ആദ്യം പരിവർത്തനം, പിന്നാലെ പരിഷ്കരണം, തുടർന്ന് ആനുകൂല്യങ്ങളുടെ ഒഴുക്ക്. അതാണ് ബജറ്റ് നൽകുന്ന സൂചന. പ്രധാനമന്ത്രി 10 വർഷം കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സമൂലം പരിഷ്കരിക്കുകയും കോൺഗ്രസ് ഭരണകാലത്തെ നഷ്ടപ്പെട്ട ദശകത്തിൽ നിന്ന് അതിനെ പുനർനിർമ്മിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉയർന്ന നിക്ഷേപം നടത്തുന്നതിനുള്ള പദ്ധതികൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യമെമ്പാടും നടന്നു വരികയാണ്. ഇന്ന് ബജറ്റിലൂടെ അദ്ദേഹം ആ പരിവർത്തനത്തിന്റെയും വളർച്ചയുടെയും നേട്ടങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. ബജറ്റിലൂടെ രാജ്യത്തെ സാധാരണക്കാർക്കും കർഷകർക്കും യുവാക്കൾക്കും വനിതകൾക്കും ഇടത്തരക്കാർക്കും വേണ്ടി നിലകൊള്ളുന്നുവെന്ന സന്ദേശം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. അതേസമയം വിദ്യാഭ്യാസ മേഖലയുടെ വിശാലമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കേന്ദ്ര ബജറ്റ് പരാജയപ്പെട്ടുവെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറയുകയുണ്ടായി. കേന്ദ്ര ബജറ്റിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള നീക്കിവെക്കലുകളെ സംബന്ധിച്ച് കാര്യമായ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. സ്കൂളുകളുടെ ആകെ വികസനത്തിന് പകരം പരിമിതമായ എണ്ണം സ്കൂളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബജറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും PM ശ്രീ സംരംഭത്തിനായി 7500 കോടി രൂപ വകയിരുത്തിയത് 14,500 സ്കൂളുകളെ മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ. ഇന്ത്യയിലെ ഏകദേശം 1.4 ദശലക്ഷം സ്കൂളുകളുടെ 1% താഴെ മാത്രമാണിത്. ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും പ്രയോജനം ലഭിക്കാതെ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാനാണ് ബജറ്റിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.